ലോകമിന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദിനം. സ്നേഹത്തിന്റെ ഈ ദിവസത്തിൽ അക്രമ വാർത്തകൾ കൊണ്ട് തലതാഴ്ത്തേണ്ട സ്ഥിതിയിലാണ് ഇന്ത്യയിൽ ചിലയിടത്തെ കാര്യങ്ങൾ. ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി പള്ളിയിൽ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നു, മറുഭാഗത്ത് പ്രധാനമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഇത് ഹിന്ദു രാഷ്ട്രമാണെന്ന് ആക്രോശിച്ച് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ വ്യാപക അക്രമം അഴിച്ചുവിടുകയാണ്. പള്ളികൾക്ക് മുന്നിൽ കുത്തിയിരുന്ന് അവർ ഹനുമാൻ ചാലിസ വായിക്കുകയാണ്. ഇന്നത്തെ പ്രൈം സ്റ്റോറി ഇതാണോ നരേന്ദ്രമോദി പറഞ്ഞ നവഭാരതം? ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഇതാണ് ക്രിസ്മസിന്റെ കാതൽ. ഇന്ത്യയിൽ സമാധാനവും സന്തോഷവും സ്നേഹവും ഇല്ലാതാക്കുന്ന വിദ്വേഷത്തിന്റെ കാഴ്ചകൾ അതുകൊണ്ട് തന്നെ നമ്മളെ അത്രമേൽ അലോസരപ്പെടുത്തുന്നുണ്ട്, അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഈ ക്രിസ്മസ് ദിനത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിലായിരുന്നു. പള്ളിയിലെ കുർബാനയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ക്രിസ്മസ് സമൂഹത്തിൽ ഐക്യം വർദ്ധിപ്പിക്കട്ടെ എന്നായിരുന്നു മോദിയുടെ ഇത്തവണത്തെ ക്രിസ്മസ് സന്ദേശം. ഈ സന്ദേശം ആദ്യം സ്വന്തം പാർട്ടി പ്രവർത്തകരെയാണ് പ്രധാനമന്ത്രി പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. നിന്റെ ജാതി ഏതാണ്, നിന്റെ മതം ഏതാണെന്ന് ചോദിച്ച് റായ്പൂരിലെ മാഗ്നറ്റോ മോളിലേക്ക് കയ്യിൽ ആയുധവുമേന്തിയാണ് തീവ്ര ഹിന്ദു സംഘടനകളിൽ പലരും പാഞ്ഞെടുത്തത്. മോളിലെ ക്രിസ്മസ് അലങ്കാരങ്ങൾ അവർ അടിച്ചു തകർത്തു. ഇനി യോഗയുടെ ഉത്തർപ്രദേശിലേക്കാണ്. ബറേലിയിലെ സെന്റ് അൽഫോൺസസ് കത്തീഡ്രലിലെ മുന്നിലെ കാഴ്ച കാണേണ്ടതാണ്. തിരുപ്പിറവി പ്രാർത്ഥനകൾ പള്ളിക്കകത്ത് നടക്കുമ്പോൾ പുറത്ത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹനുമാൻ ചാലിസ. ശ്രദ്ധിക്കണം, അതും പോലീസ് സംരക്ഷണയിലാണ്. എന്തുകൊണ്ടായിരിക്കും മോദി പങ്കെടുത്ത കുർബാനയിൽ ഇവർ ഹനുമാൻ ചാലിസ ചൊല്ലാൻ വരാഞ്ഞത്? ഇനി മധ്യപ്രദേശിലെ ഉജ്ജയിനിലേക്ക്. ക്രിസ്മസ് ആഘോഷിക്കാൻ നഴ്സറി കുട്ടികളോട് സാന്റാ വേഷത്തിൽ വരാൻ പറഞ്ഞു. സന്തോഷത്തോടെ കുട്ടികൾ കുപ്പായമിട്ട് വന്നു. വിവരമറിഞ്ഞ് ബജ്രംഗൾ പ്രവർത്തകരെത്തി കലാപമുണ്ടാക്കി. ആ പാവം കുട്ടികളെ നിരത്തി നിർത്തി ഹനുമാൻ ചാലിസ ചൊല്ലിച്ചു. अगली बार से आप थोड़ा सा इस चीज को बाकी आगे से आप ध्यान रखिए। बिल्कुल अंदर आ जाइए। ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. മൂന്നിടത്തും BJP സർക്കാരാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് BJP ഒരിക്കലും അധികാരത്തിൽ വരാത്ത കേരളത്തിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. പിറവം വട്ടപ്പാറ പള്ളിക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി മാർ ഗീവർഗീസ് സഹദാ പള്ളിയിലെ കരോൾ സംഘത്തെ സ്വീകരിക്കുന്ന കാഴ്ച.
കാഴ്ച അത് കുമരകത്തിൽ നിന്നാണ്. അയ്യപ്പനും സാന്റയും. കുമരകത്ത് നിന്നുള്ള റിയൽ കേരള സ്റ്റോറിയാണ്. ഇനി മുത്തപ്പനും സാന്റയും, അത് കണ്ണൂരിൽ നിന്ന്. യൂറോപ്പിൽ സാന്റ, മലബാറിൽ മുത്തപ്പൻ, ഭൂമിയിലെങ്ങും സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിന്റെ വെള്ളാട്ടം.